2025 മാർച്ച് 2 ഭക്ഷണം, വെള്ളം, മരുന്ന്, ഇന്ധനം ഉൾപ്പെടെ ഗസയിൽ ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇസ്രായേൽ പാർലമെന്റിന്റെ വിദേശകാര്യ സബ് കമ്മിറ്റിയുടെ യോഗം നടക്കുന്നു. ഗസയിലെ മനുഷ്യക്കുരുതി, അവിടെ നടപ്പാക്കാൻ പോകുന്ന പുതിയ ഉപരോധം എന്നിവയുമായി ബന്ധപ്പെട്ട രൂക്ഷമായ ചോദ്യങ്ങളാണ് പാർലമെന്റ് അംഗങ്ങൾ യോഗത്തിൽ ഉയർത്തിയത്. ഗസയിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കാര്യമായിരുന്നില്ല അവരുടെ ഒന്നും ആശങ്ക. പുതിയ നടപടികൾക്കെതിരെ ആഗോളതലത്തിൽ ഉയരാനിടയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നേരിടാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുൻകരുതലെടുത്തിട്ടുണ്ടോ? അതിന് പബ്ലിക് റിലേഷൻസ് വിഭാഗം സജ്ജമാണോ? ഇതൊക്കെയായിരുന്നു മിക്കവരുടെയും ഉത്കണ്ഠ. ഇതിന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അവിച്ചായ് എദ്രയെ നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. ഗസയിൽ പട്ടിണിയില്ലെന്നും മരണസംഖ്യ കൃത്യമല്ലെന്നും വിശദീകരിക്കാൻ നമുക്ക് ഡിജിറ്റൽ ക്യാമ്പയിൻ ആരംഭിക്കാമെന്നായിരുന്നു വക്താവിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം വെറും വാക്കായിരുന്നില്ല. ഗൂഗിൾ, യൂട്യൂബ്, എക്സ്, മെറ്റ ഉൾപ്പെടെയുള്ള ടെക് പ്ലാറ്റ്ഫോമുകളെയെല്ലാം ഇസ്രായേൽ ഭരണകൂടം കോടികൾ എറിഞ്ഞ് വിലക്കെടുത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 6 മാസത്തെ ഡിജിറ്റൽ ക്യാമ്പയിനായി ഏകദേശം നമ്മുടെ നാട്ടിലെ 400 കോടിയിലേറെ രൂപയാണ് നെതന്യാഹു ഭരണകൂടം ചെലവിട്ടത്. ആ കണക്കുകൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അഡ്വർടൈസിംഗ് ഏജൻസി GAA നടത്തുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ക്യാമ്പയിനെ കുറിച്ചാണ് പറഞ്ഞുവരുന്നത്. കഴിഞ്ഞ ജൂൺ മാസം ആരംഭിച്ച 6 മാസം നീണ്ടുനിൽക്കുന്ന പദ്ധതിയാണിത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിൽ തുടക്കമിട്ട സൈനിക നടപടിക്ക് പിന്നാലെയായിരുന്നു ഡിജിറ്റൽ ക്യാമ്പയിനും ആരംഭിക്കുന്നത്. ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: ഒക്ടോബർ 7-ന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ നേരിടുന്ന പ്രതിച്ഛായ പ്രതിസന്ധി മറികടക്കുക. വംശഹത്യയെ അജണ്ടയാക്കിയ, പട്ടിണി ആയുധമാക്കിയ, മനുഷ്യത്വ വിരുദ്ധതയെ മുഖമുദ്രയാക്കിയ ഭരണകൂടമാണ് ഇസ്രായേലെന്ന് ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ പൊതുബോധം ശക്തിപ്പെടുകയാണ്. പരമ്പരാഗത സഖ്യകക്ഷികൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ജനവികാരം ഇസ്രായേലിനെതിരാണ്. അമേരിക്കയിൽ തന്നെ ജെൻസി യുവതലമുറയെല്ലാം ഇസ്രായേലിനെതിരെ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ മുഖം രക്ഷിക്കുക, വംശഹത്യ, പട്ടിണി ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് പ്രചരിപ്പിക്കുക, പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രൊപ്പഗാൻഡകൾക്കും കൂടുതൽ ദൃശ്യത നേടുക, ഈ ലക്ഷ്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് ആഗോള ടെക് ഭീമന്മാരെ തന്നെ കോടികളെറിഞ്ഞ് വിലക്കെടുക്കുന്നത്. ഇസ്രായേൽ അക്കൗണ്ടന്റ് ജനറലിന്റെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആകെ 174 ഷെക്കലാണ് ഭരണകൂടം ഡിജിറ്റൽ മീഡിയ PR വർക്കിനായി വകയിരുത്തിയത്. അതായത് 456 കോടി രൂപയോളം. ഗൂഗിളിനാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത്, 90 മില്യൺ ഷെക്കൽ, ഏകദേശം 236 കോടി രൂപ വരും. ഇത് പരസ്യവിഹിതത്തിൽ 2ാം സ്ഥാനത്തുള്ളതും ഗൂഗിളിന്റെ സഹസ്ഥാപനമായ യൂട്യൂബാണ്. 60 മില്യൺ ഷെക്കൽ, 157 കോടി രൂപ. എക്സിന് 10 മില്യൺ ഷെക്കലും ലഭിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്രയും പണം മുടക്കിയിട്ട് എന്ത് ഗുണമുണ്ടായി എന്നാകും നിങ്ങൾ ആലോചിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ പറയാം. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കിയാൽ മാത്രം മതി. നമ്മുടെ നാട്ടിലെ സാധാരണ വ്ലോഗർമാർക്ക് പോലും ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർമാരുള്ള കാലമാണ്. എന്നാൽ ഈ വാർത്ത തയ്യാറാക്കുമ്പോൾ 99,300 ഇസ്രായേൽ മന്ത്രാലയത്തിന്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം. എന്നാൽ അവരുടെ വീഡിയോകളുടെ വ്യൂ ഒന്ന് പരിശോധിച്ചു നോക്കാം. ശതലക്ഷക്കണക്കിനാണ് ഓരോ വീഡിയോയുടെയും കാഴ്ചക്കാർ. ഗസ ഭക്ഷ്യ മാർക്കറ്റിലെ യഥാർത്ഥ ദൃശ്യങ്ങൾ എന്ന അടിക്കുറിപ്പോടെ വെറും 40 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള 3 വീഡിയോകളാണ് അവസാനമായി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ജർമ്മൻ ഭാഷകളിലാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ 2 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് വീഡിയോയ്ക്ക് മാത്രം 72 ലക്ഷമാണ് കാഴ്ചക്കാർ. മറ്റ് 2 കണ്ടന്റുകൾക്കുമുണ്ട് 17ഉം 19ഉം ലക്ഷം വ്യൂ. ഗസയിൽ പട്ടിണിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറാക്കിയ വീഡിയോകളെന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം ഇതിനു മുൻപ് സമാനമായി പോസ്റ്റ് ചെയ്ത വീഡിയോകളും ഗസയിലെ ഭക്ഷ്യശാലകളിലേതാണ്. അതും 48 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോകൾ. ഇംഗ്ലീഷിലെ വീഡിയോയ്ക്ക് 60 ലക്ഷമാണ് കാഴ്ചക്കാർ. താഴോട്ട് പോയി നോക്കിയാൽ ഗസയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകളെല്ലാം കള്ളമാണ് എന്ന് സ്ഥാപിക്കാനായി തയ്യാറാക്കിയ പ്രൊപ്പഗാൻഡ വീഡിയോകളാണ് മുഴുവൻ കാണാനാകുന്നത്. ഇറാനെതിരായ ഓപ്പറേഷൻ വിശദീകരിക്കാൻ തയ്യാറാക്കിയ കണ്ടന്റുകളും ഇതിനോടൊപ്പമുണ്ട്. പലതും ഗൂഗിളിന്റെയും യൂട്യൂബിന്റെയും അഡ്വർടൈസിംഗ് ക്യാമ്പയിനായ ഡിസ്പ്ലേ ആൻഡ് വീഡിയോ 360 വഴിയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യൂട്യൂബിന്റെ കാര്യം മാത്രമാണ് ഈ പറഞ്ഞത്. ഇതാദ്യമായല്ല, കഴിഞ്ഞ വർഷവും സമാനമായി പെയ്ഡ് ഡിജിറ്റൽ PR ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു ഇസ്രായേൽ. UN-ന്റെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസിയായ യുനർവയുടെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ടും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു ക്യാമ്പയിൻ നടന്നത്. അന്നും ഗൂഗിൾ ആഡ്സിനെയാണ് ഇസ്രായേൽ വിലക്കെടുത്തതെന്ന് റിപ്പോർട്ട് ചെയ്തത് പ്രമുഖ ടെക് മാധ്യമമായ വഡേഡാണ്. മെറ്റയുടെ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇസ്രായേൽ പ്രൊപ്പഗാൻഡ ആഡ് ക്യാമ്പയിൻ നടത്തുന്നുവെന്നാണ് പഠനങ്ങളിലൂടെ വെളിപ്പെടുന്നത്.